സംസ്ഥാന യൂത്ത് അണ്ടർ 20 ഇന്റർഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഞായറാഴ്ച ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ വെച്ച് കിക്ക് ഓഫ് ആണ്. ആദ്യമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ രാജീവ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ട്രഷററും മുൻ കളിക്കാരനുമായിട്ടുള്ള സെൽവകുമാർ, മുൻ സന്തോഷ് ട്രോഫി താരമായിട്ടുള്ള ശ്രീ അപ്പുക്കുട്ടന്, മുൻ സ്റ്റേറ്റ് കേരള ടീമിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തിട്ടുള്ള HSN കൂടി കളിക്കാരനായിട്ടുള്ള ശ്രീ ഫിറോസ്, ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ 2 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്. ആദ്യമായിട്ട് ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ പുലർച്ചെ 7 മണിക്കാണ്, 7:30ക്കാണ് കിക്ക് ഓഫ്. വൈകുന്നേരം രണ്ടാമത്തെ മത്സരം നടക്കും. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയുന്ന വിജിലൻസ് മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാം സാറാണ്. അദ്ദേഹം ഇന്ന് ലാസ്റ്റ് മിനിറ്റിൽ ചെറിയൊരു ഒഴിവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഉടൻ തന്നെ ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതിനെ കുറിച്ച് എത്രയും പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 9, 10, 11 തീയതികളിൽ 7:30 പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ മൈലം GV രാജ സ്പോർട്സ് സ്കൂളിലും, വൈകിട്ട് 4 മണിക്കുള്ള മത്സരങ്ങൾ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. സെമി ഫൈനലുകൾ 13, 14 തീയതികളിലും, 15 വൈകിട്ട് ലൂസേഴ്സ് ഫൈനലും, വൈകിട്ട് 6 മണിക്ക് ഫ്ലഡ് ലൈറ്റിലാണ് ഈ മത്സരം നടക്കുന്നത്. ഈ ടൂർണമെന്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾ, അതായത് 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇന്ന് പ്രധാനമായിട്ടും കേരള ടീമിനും ഇന്ത്യൻ ടീമിനും വേണ്ടിയിട്ടും മാറ്റുരയ്ക്കേണ്ടതായിട്ടുള്ള കുട്ടികളാണ്. അത് കണ്ടെത്തേണ്ടതും തിരുവനന്തപുരം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഇന്റർ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെച്ചുകൊണ്ടാണ്. അതിനായിട്ട് 4 സെലക്ടേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരായിരിക്കും ഇതിൽ നിന്ന് കേരള ടീമിനെ സെലക്ട് ചെയ്യുക. ഇവരായിരിക്കും നാഷണൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കേരള ടീമിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുന്നുണ്ടാവുക. ബാക്കി ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് സംസാരിക്കുന്നതാണ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ബാക്കി മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം റഫീഖ് പറഞ്ഞു കഴിഞ്ഞു. ഗ്രൗണ്ട് ആൻഡ് എക്യുപ്മെന്റ്സ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് SLKക്ക് ശേഷം ആ ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഗ്രാസൊക്കെ വരെ പോയിട്ട് ഒരു ഡൈലാപ്പിഡേറ്റഡ് കണ്ടീഷനായിരുന്നു. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് അതിനെ നമ്മൾ തിരികെ കൊണ്ടുവരാനുള്ളതാണ്. അതിന് നമ്മുടെ കൊമേഴ്സ് ടീമിന്റെ പരിപൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. ഒരു കുറേ എക്യുപ്മെന്റ്സും അതൊക്കെ തന്നിട്ടുണ്ട്. അതും കൂടി വെച്ചിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിനെ മാക്സിമം നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ടിലായിരിക്കും നടക്കുന്നത്. മൈലം സ്കൂളിലെ കാര്യം പറയേണ്ട, അത് ആർട്ടിഫിഷ്യൽ ടർഫാണ്. അതുകൊണ്ട് അതിനകത്ത് ഗ്രൗണ്ടിന്റെ കണ്ടീഷനൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അറേഞ്ച്മെന്റ്സ് എല്ലാം ആയിട്ടുണ്ട്. ടീംസിന്റെ അക്കോമഡേഷൻ, ടീംസിന്റെ അറൈവൽ, അവരുടെ പ്ലേസ് ഓഫ് സ്റ്റേയിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരേണ്ട ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരു വളരെ സ്മൂത്തായിട്ട് നടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ പരിപൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവണം. കാരണം നമ്മളൊരു ക്രൗഡ് പുള്ളിങ് ഇവൻ്റായിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഫുട്ബോളിന് കുറച്ചാളായിട്ട് തിരുവനന്തപുരത്ത് ഫുട്ബോൾ SLK വരും വരെ ഒന്ന് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ തരണം. അതിനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചത്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ചീഫ് പാറ്റേണായിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ V. ശിവൻകുട്ടി സാറാണ്, മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഒരു പിന്തുണ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് പല ആൾക്കാരും നമുക്ക് സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം ഫുട്ബോളിനെ സംബന്ധിച്ച് സ്പോൺസർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. ഇപ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ച മാതിരിയല്ല, ഫുട്ബോൾ സ്പോൺസർഷിപ്പുമായിട്ട് നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അത് കിട്ടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ വിഷ്ണുരാജ് IAS, അദ്ദേഹം യൂത്ത് അഫയേഴ്സിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഗ്രൗണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മനോജ് എബ്രഹാം സാർ പോലീസ് സ്റ്റേഡിയം ഫ്രീ ഓഫ് കോസ്റ്റ് തരാമെന്ന് അറിയിച്ചു. ഇതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള സംഭവമാണ്. അവർക്കെല്ലാം തിരുവനന്തപുരം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നന്ദി പറയണം. കൂടാതെ ഗ്രൗണ്ടിന്റെ വിഷയങ്ങളെ കുറിച്ചും താമസ സൗകര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണവുമായിട്ട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ട്രഷററും 50 കൊല്ലത്തോളം കാലം തിരുവനന്തപുരം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ശ്രീ സെൽവകുമാർ സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ ടൂർണമെന്റിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മുടെ സെക്രട്ടറി ശ്രീ റഫീഖ് സംസാരിച്ചു. അതോടൊപ്പം തന്നെ പ്രസിഡന്റ് K. രാജീവ് സംസാരിച്ചു. ഇപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഞങ്ങൾ ഈ 13 ടീമിനെ ഇവിടെ നമുക്ക് ജില്ലയിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ 4 സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 4 സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് ഭാരത് സ്കൗട്ട്സ്, നമ്മുടെ PMG തന്നെയുള്ള ഭാരത് സ്കൗട്ടിലെ 3 ടീമിനെയും, ഒരു ടീമിനെ ശിക്ഷക് സദൻ മാഞ്ഞാലിക്കുളവും, 2 ടീമിനെ SCRT പൂജപ്പുരയും, ഇത്രയും സ്ഥലത്ത് ഞങ്ങൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ സെക്രട്ടറി പറഞ്ഞ കണക്ക് ഭാരിച്ച ചെലവാണ് ഈ ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുന്നതിന്. വളരെയേറെ ബുദ്ധിമുട്ടോടെ ഞങ്ങൾ ഇത് കണ്ടക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈ സ്പോൺസർഷിപ്പ് കിട്ടുന്ന പ്രശ്നം തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം. പിന്നെ എത്രയും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. 8-ാം തീയതി രാവിലെ തന്നെ ഞങ്ങളുടെ ആദ്യ മത്സരം ആരംഭിക്കും.